Assalamu alaikum friends, and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബും ചെയ്ത് കൂടി വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തിട്ടേക്കണേ. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. കൂട്ടുകാരെ, വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുഞ്ഞു മക്കളുടെ നഖം വെട്ടാറില്ലേ, അപ്പോൾ അവരുടെ കൈയൊന്നും മുറിവേൽക്കാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. നമ്മളൊരു സ്റ്റിക്ക് ഇതുപോലെ എടുക്കുക, എന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഈർക്കിലിന്റെ പീസായാലും മതി. എന്നതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇച്ചിരി വലിപ്പമുള്ളൊരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തത്. കുറഞ്ഞ ചെറിയൊരു റബ്ബർ ബാൻഡ് മതി കേട്ടോ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ കുഞ്ഞു മക്കളുടെ നഖമൊക്കെ വെട്ടിക്കൊടുത്താൽ അവരുടെ കൈയൊന്നും മുറിവേൽക്കാത്ത രീതിയിൽ നമുക്ക് അവരുടെ നഖം റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ കൂട്ടുകാരെ, നെയിൽ കട്ടറിൻ്റെ ഈ ഒരു ഭാഗം ഇല്ലേ, ഈ ഒരു ഭാഗത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഖമൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം. അത് ചിലർക്കെങ്കിലും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഉപയോഗം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്ത ടിപ്പ് നമ്മൾ കർപ്പൂരം കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കുഞ്ഞു മക്കളുണ്ടല്ലേ, അപ്പൊ മക്കളുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ നമ്മളൊരു കുട്ട പോലത്തെ ഈ ഒരു സംഭവത്തിനകത്താണല്ലേ ഇടാറ്. അപ്പോൾ ഇതിനകത്ത് പല്ലി, പാറ്റ, അങ്ങനത്തെ ഉറുമ്പുകള്, അങ്ങനത്തെ ജീവികളൊക്കെ കയറാതിരിക്കാനായിട്ട് നമ്മൾ ഒരു പീസ് കർപ്പൂരം ഈ ബക്കറ്റിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം വീഡിയോയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. ഒറ്റ പീസ് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പം പല്ലിയും പാറ്റ അങ്ങനത്തെ ഒരു പ്രാണികളും ഇതിനകത്തേക്ക് കയറത്തില്ല. വളരെ സേഫായിട്ട് ആണ് നമുക്ക് മക്കൾക്ക് തുണി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. കൂട്ടുകാരെ, മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലത്തെ മീൻ ഒരിക്കലെങ്കിലും വാങ്ങാത്തവർ ആരുമില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള മീൻ, ഇത് വാള മീനാണ് കേട്ടോ. ഇത് മുള്ളുവാള എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണേന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ആ മീൻ നമുക്ക് ഇത് ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുള്ള് ഊരിയെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ ഇത് ഈ മീൻ കഴിക്കാനേ പറ്റില്ല, അങ്ങനത്തെ ഒരു മീനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ മീനെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ പാല് കാച്ചിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പൊ തൈര് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഈ കുപ്പിക്കുള്ളിലേക്ക് ഇതുപോലെ പിടിച്ചിരിക്കും. അത് പിന്നെ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ഇനി വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആരും അത് ഉപയോഗിക്കാറില്ല. അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം വാഷ് ബേസിനിലേക്ക് ഒഴിക്കരുത്. ഈ വെള്ളം നമ്മൾ നമ്മുടെ മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിലോ അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു വളമാണ് കേട്ടോ ഇത്. ചെടികളൊക്കെ തഴച്ചു വളരാനായിട്ട് നല്ലൊരു മരുന്നാണിത്. എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലത്തെ ടൈഗർ ബാം ഉണ്ടല്ലേ. ഈ ടൈഗർ ബാം വളരെയധികം നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കൊതുക് കുത്തുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ചെറിയ ചെറിയ ഏതെങ്കിലും പ്രാണികൾ കുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തടിച്ചിട്ട് വരും അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് അല്പം ടൈഗർ ബാം പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നമുക്കിനി വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പൈപ്പ് ലൈനിൽ നിന്നൊക്കെ ഇതുപോലെ വെള്ളം എടുക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ വെള്ളം നമുക്ക് കുളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാനോ ഒക്കെയാണ് നമ്മൾ ഈ വെള്ളം എടുത്ത് വെക്കുന്നത് എങ്കിൽ ഈ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലൊരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ അല്പം പൗഡർ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. ഒരു അല്പം പൗഡർ മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ ഈ വെള്ളം കേടാകാണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, ഉറുമ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഉറുമ്പ് പൊടിയൊക്കെയാണ് ഇടാറ്. അതിന് പകരം നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഉറുമ്പ് ശല്യവും നമുക്ക് അകറ്റാൻ പറ്റും. അപ്പൊ പൗഡറിനും ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.